ഒരു വിശ്വാസിക്ക് അവനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുകയും ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കുകയും വേണം. അതുകൊണ്ട് തന്നെ അനുവദനീയമായ ഹലാലായ കാര്യങ്ങൾ മാത്രമേ നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടുള്ളൂ. ഹറാമായ ഒന്നും കാണരുത്, ഹറാമായ ഒന്നും കേൾക്കരുത്, ഹറാമായവ ചിന്തിക്കരുത്. കാരണം നമ്മൾ കണ്ട ഹറാമുകളൊക്കെ ദുനിയാവിൻ്റെ സുഖത്തിന് വേണ്ടിയുള്ളതായിരുന്നു. നാം കണ്ട ഹറാമുകൾ, നാം കേട്ട ഹറാമുകൾ, നാം പറഞ്ഞ കളവുകൾ, ഗീബത്തുകൾ, നമീമത്തുകൾ എല്ലാം ദുനിയാവിൻ്റെ സുഖത്തിന് വേണ്ടിയായിരുന്നു. ദുനിയാവിൽ രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു കളവ് പറഞ്ഞത്. ദുനിയാവിൽ രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു മറ്റുള്ളവനെ ചീത്ത പറഞ്ഞിരുന്നത്. ദുനിയാവിൽ രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു മറ്റുള്ളവനെ ഏഷണിയും പരിദൂഷണവും പറഞ്ഞിരുന്നത്. മറ്റൊരാളെ കുറ്റം പറഞ്ഞതും പരിഹസിച്ചതും ചീത്ത വിളിച്ചതും അവർക്കിടയിൽ ഞാനൊരു വലിയവനാണ്, ഞാൻ എല്ലാറ്റിനും പോന്നവനാണ് എന്ന ചിന്ത പടർത്താൻ വേണ്ടിയായിരുന്നു. അതുപോലെ തന്നെ മോഷണം നടത്തിയതും അനർഹമായി പിടിച്ചടക്കിയതുമൊക്കെ എൻ്റെ ദുനിയാവിൻ്റെ സന്തോഷത്തിന് വേണ്ടിയായിരുന്നു. ഈ ദുനിയാവിൽ സന്തോഷത്തോടെ, കടമില്ലാതെ, യാതൊരു വിഷമവുമില്ലാതെ സുഭിക്ഷമായി ജീവിക്കാൻ വേണ്ടിയായിരുന്നു മറ്റുള്ളവന്റെ മുതലുകൾ അപഹരിച്ചത്. നാം ഈ ചെയ്തതും പറഞ്ഞതും പ്രവർത്തിക്കുന്നതുമെല്ലാം ദുനിയാവിന് വേണ്ടിയാണ്. എന്നാൽ ആഖിറത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നത് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. ആഖിറത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു കൂട്ടി? നമ്മെ ഈ ഭൂമി ലോകത്തുള്ള, അതല്ലെങ്കിൽ വാനലോകത്തുള്ള, ഭൂമി ലോകത്തുള്ളതും വാനലോകത്തുള്ളതുമായ പല വസ്തുക്കളും, പല സൃഷ്ടികളും നമ്മെ ഉപദേശിക്കുന്നുണ്ട്, ഉണർത്തുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, ഇന്നൽ അർള തുനാദി കുല്ല യൗമിൻ 10 കലിമാത്ത്. ഭൂമി വിളിച്ചു പറയുന്നുണ്ട്, ഓരോ ദിവസവും വിളിച്ചു പറയുന്നുണ്ട്. 10 കലിമാത്ത്, 10 കലിമത്തുകൾ, 10 കാര്യങ്ങൾ ഭൂമി ഓരോ ദിവസവും നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. ഭൂമി വിളിച്ചു പറയുന്ന ഒന്നാമത്തെ കാര്യം, യബ്ന ആദം തസ്ആ അലാ ലഹരി. ഓ ആദം സന്തതിയെ, ഓ മനുഷ്യ, തസ്ആ അലാ ലഹരി, നീ എൻ്റെ മുതുകിലൂടെയാണ് സഞ്ചരിക്കുന്നത്, നീ ഭൂമിക്ക് മുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്, ഭൂമിയിലാണ് നീ പ്രവർത്തിക്കുന്നത്. വമസീറുക ഫീ ബത്നി, ഭൂമിയിലൂടെ നീ ഇപ്പൊ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഒരു ദിവസം നീ എൻ്റെ ഉള്ളിലേക്ക് വരും കേട്ടോ. നിന്റെ മടക്കം എൻ്റെ അകത്തളത്തിലേക്കാണ്, ഖബറിലേക്കാണ്, എൻ്റെ ഉള്ളിലാണ് നിന്നെ മറവ് ചെയ്യപ്പെടുക എന്നുള്ള ചിന്ത, എന്നുള്ള ബോധം നിനക്ക് വേണം കേട്ടോ. ഭൂമി വിളിച്ചു പറയുന്ന ഒന്നാമത്തെ കാര്യമാണത്. അടുത്തത് പറയുന്നു,
وتعذب في بطني. എടോ മനുഷ്യ, എനിക്ക് മുകളിൽ ഈ ഭൂമി ലോകത്ത് നീ ദോഷങ്ങൾ ചെയ്തു കൂട്ടുന്നു, നീ തെറ്റുകളിലൂടെ സഞ്ചരിക്കുന്നു, നിന്റെ ജീവിതകാലത്ത് അല്ലാഹുവിന് എതിര് പ്രവർത്തിക്കുന്നു. പക്ഷേ ഭൂമിന്റെ മുകളിൽ ചെയ്തു കൂട്ടുന്ന ഓരോ തെറ്റുകുറ്റങ്ങൾക്കും നിനക്ക് പ്രതിഫലം ഉണ്ട് കേട്ടോ, ശിക്ഷയുണ്ട് കേട്ടോ. നീ ഈ ചെയ്തു കൂട്ടുന്ന ദോഷത്തിന്റെ കാരണത്താൽ ഖബറിൽ നീ ശിക്ഷ അനുഭവിക്കേണ്ടി വരും കേട്ടോ. وتضحك على ظهري وتبكي في بطني وتضحك على ظهري. നീ എന്റെ മുതുകിലൂടെ ഭൂമിന്റെ മുകളിലൂടെ നീ സഞ്ചരിക്കുമ്പോ നീ നല്ല സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാണ് സഞ്ചരിക്കുന്നത്. നിന്റെ യാത്ര നല്ല ചിരിയോടുകൂടെയാണ്, സന്തോഷത്തോടു കൂടെയാണ്. പക്ഷേ നിനക്കൊരു മടക്കമുണ്ട്, ഒരു മരണമുണ്ട്, ഒരു ഖബറുണ്ട്. ഇപ്പോൾ നീ ഇവിടെ ആർമാദിച്ച് ചിരിച്ച് സന്തോഷിച്ച് ജീവിച്ചാൽ അവിടെ നീ ദുഃഖിക്കേണ്ടി വരുന്നതാണ്, ഖേദിക്കേണ്ടി വരുന്നതാണ്, പൊട്ടിക്കരയേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് നീ സൂക്ഷിച്ച് ജീവിച്ചോ. ഭൂമി നമ്മോട് പറയുന്ന നാലാമത്തെ കാര്യം വതഅകുലുൽ ഹറാമ അലാ ളഹരി വതഅകുലുക ദീദാന ഫീ ബത്നി. ഭൂമി ലോകത്ത് നീ ജീവിക്കുമ്പോ നീ കഴിച്ചത് മുഴുവൻ ഹറാമായ സമ്പാദ്യത്തിൽ നിന്നാണ്. നീ മറ്റുള്ളവന്റെ മുതൽ അപഹരിച്ചുകൊണ്ട്, മോഷണം നടത്തിക്കൊണ്ട്, ഹറാമായ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് നീ അതിൽ നിന്ന് സമ്പാദിച്ചത്, ആ സമ്പാദ്യം കൊണ്ടാണ് നീ ഭക്ഷണം കഴിച്ചിരുന്നത്, നിന്റെ മക്കളെ പോറ്റിയിരുന്നതും അതുകൊണ്ടാണ്. എന്നാൽ ഹറാമ് ഭക്ഷിച്ച് നിന്റെ ശരീരം പുഷ്ടിച്ചതല്ലേ, ആ പുഷ്ടിപ്പിച്ചതായ നിന്റെ ശരീരം കൊണ്ട് നിനക്കെന്ത് ഉപകാരം ലഭിക്കാനാണ്? നിന്റെ മരണശേഷം നീ എന്റെ അടുത്ത് വന്നാൽ, ഖബറിൽ കിടന്നാൽ നിന്നെ ഭക്ഷിക്കാൻ കാത്തിരിക്കുന്നത് പുഴുക്കളാണ്. നീ ഹറാമിനാൽ സമ്പാദിച്ച് അതുകൊണ്ട് ഭക്ഷണം കഴിച്ച നിന്റെ ശരീരം നിനക്ക് ഖബറിൽ ഉപകരിക്കൂല. ഹറാമിനാൽ സമ്പാദിച്ചതൊന്നും നിനക്ക് ഖബറിൽ ഉപകരിക്കൂല കേട്ടോ. അതുപോലെ വതഫറഹു അലാ ളഹരി വതഹ്സുനു ഫീ ബത്നി. നീ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോ പലതുകൊണ്ടും സന്തോഷിച്ചതാണ്. അവിടെ ഹറാമാണോ ഹലാലാണോ എന്ന് നോക്കിയിട്ടേയില്ല. ദീനിന്റെ വിഷയത്തിൽ അത് അനുവദനീയമാണോ എന്ന് നോക്കിയിട്ടില്ല. നിന്റെ കൂട്ടുകാര് നിന്നെ ഹറാമിലേക്ക് വിളിച്ചപ്പോ നീ അവരുടെ കൂടെ കൂടി ഹറാം ചെയ്തതാണ്. അങ്ങനെ ആ ഹറാമിൽ പലതും വന്നു പോയിട്ടുണ്ട്. വ്യഭിചാരം കടന്നു വന്നിട്ടുണ്ട്, മറ്റുള്ളവനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവനെ കളിയാക്കിയിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. പല നിലക്കും ഭൂമി ലോകത്ത് നീ സന്തോഷിച്ചവനാണ്.
ഹറാമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സന്തോഷം കണ്ടെത്തിയവനാണ് നീ. പക്ഷേ നീ ആ സന്തോഷിച്ചതൊന്നും നിനക്ക് ഖബറിലൊരു ഉപകാരവും കിട്ടൂല കേട്ടോ. ആ സന്തോഷിച്ചത് കൊണ്ട് ഖബറില് നിനക്കതൊരു മുതൽക്കൂട്ടുമാകൂല. നിനക്ക് നേരം പോക്കാക്കുന്ന ഒന്നും അവിടെ കിട്ടില്ല. നീ ആ ഖബറില് ദുഃഖിക്കേണ്ടി വരുന്നതാണ്. ഒരു നേരം പോക്കാക്കുന്ന വസ്തു നിന്റെ ഖബറിൽ ഉണ്ടാകൂല. വലാ ഫറഹ, ഒരു സന്തോഷിക്കുന്ന വസ്തുവും നിനക്ക് ഖബറിൽ കിട്ടൂല. ഇല്ലാ ബിൽ അമലി സ്വാലിഹീൻ, നീ സ്വാലിഹായ അമലുകൾ ചെയ്തിട്ടുണ്ടോ എന്നാ നിനക്ക് ഖബറിൽ സന്തോഷിക്കാം. നിനക്ക് നേരം പോക്കുണ്ടാക്കുന്ന കാര്യം നിന്റെ ഖബറിൽ കിട്ടുന്നതാണ്. സ്വാലിഹായ അമലുകളൊന്നും നീ ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ നീ ദുഃഖിക്കേണ്ടി വരുന്നതുമാണ്. ഭൂമി വിളിച്ചു പറയുന്ന ആറാമത്തെ കാര്യം, എടോ മനുഷ്യ, ഭൂമി ലോകത്ത് നീ ജീവിക്കുമ്പോ നീ അനർഹമായി നീ ഒരുപാട് കാര്യങ്ങൾ സമ്പാദിച്ചു കൂട്ടിയവനാണ്. ഹറാമായ സമ്പാദ്യം കൊണ്ട് നീ എന്തൊക്കെ നേടിയെടുത്തു ഈ ഭൂമി ലോകത്തിൽ? വലിയ വലിയ കൊട്ടാരങ്ങൾ കെട്ടിപ്പണിതിലേ, വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു പോയില്ലേ? അതുപോലെ തന്നെ എത്ര ഹറാമായ സമ്പാദ്യങ്ങൾ കൊണ്ടാണ് നീ ഒരുപാട് ഭൂമി ലോകത്ത് സന്തോഷവാനായി ജീവിച്ചത്. ഈ സമ്പാദ്യങ്ങളെല്ലാം നീ ഇവിടെ ഇട്ടേച്ച് പോകേണ്ടതാണ്. നീ ഏത് രൂപത്തിൽ ഈ ദുനിയാവിൽ സമ്പാദിച്ചു കൂട്ടിയതാണെങ്കിലും അതൊന്നും നിന്റെ മരണശേഷം നിന്റെ ഖബറിലേക്ക് കൊണ്ടുപോവുകയില്ല. ഒരൊറ്റ രൂപ പോലും നിന്റെ ഖബറില്, നിന്റെ കഫൻ തുണിയില് ഉപേക്ഷിക്കുകയില്ല. എത്ര സമ്പാദ്യങ്ങൾ ഉണ്ടെങ്കിലും, എത്ര വാഹനങ്ങൾ ഉണ്ടെങ്കിലും, എത്ര കൊട്ടാരങ്ങൾ ഉണ്ടെങ്കിലും, നീ നിന്റെ സമ്പാദ്യമായ നിന്റെ എത്ര മക്കളുണ്ടെങ്കിലും എല്ലാം ഇവിടെ ഭൂമി ലോകത്ത് ഉപേക്ഷിച്ചു കൊണ്ടാണ് നീ പോവുക. എന്നാൽ ഖബറിൽ നീ മാത്രം ബാക്കിയാകുന്നതാണ്. നിന്റെ സമ്പാദ്യങ്ങൾ നിന്റെ ഖബറിൽ നിന്റെ കൂടെ പോരുകയില്ല. നീ ഒറ്റക്കാണ് ഖബറിൽ കിടക്കേണ്ടത്. അവിടെ നീ ഖേദിക്കും കേട്ടോ. പടച്ചോനെ, ഈ കൊട്ടാരങ്ങൾ പണിതതിനു പകരം, ഈ ഒരുപാട് ഹറാമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയതിനു പകരം, പടച്ചോനെ നിന്റെ പൊരുത്തത്തിലായി ഞാനൊന്നും സമ്പാദിച്ചില്ലല്ലോ. പള്ളിയിലേക്കോ മദ്രസകളിലേക്കോ ഒന്നും നൽകാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. നല്ല നല്ല ഹലാലായ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. നീ ആ ഖബറിൽ കിടന്ന് ഖേദിക്കും കേട്ടോ. وتختال على ظهري وتظل في بطني. നീ എന്റെ മുകളിൽ സഞ്ചരിക്കുമ്പോ, ഭൂമിയിൽ നീ സഞ്ചരിക്കുമ്പോ, നീയാണ് വലിയവൻ, നീയാണ് വലിയ സമ്പന്നൻ, നീയാണ് വലിയ അറിവുള്ളവൻ എന്ന നിലക്ക് എത്ര വലിയ അഹങ്കാരത്തോടു കൂടെയാണ് നീ ജീവിച്ചത്. നീ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോ എന്തൊരു അഹങ്കാരിയായിക്കൊണ്ടാണ് ജീവിച്ചത്. പക്ഷേ ഖബറിൽ നീ നിന്യനാകുന്നതാണ്, നിസ്സാരനാകുന്നതാണ്.
തഖ്വയുള്ളവർക്കല്ലാതെ അവിടെ ബഹുമാനം ലഭിക്കൂല. ഭൂമി ലോകത്ത് നീ ജീവിക്കുമ്പോ നീ വലിയ സമ്പന്നനാണെന്നതിന്റെ പേരിൽ പലരും നിന്നെ ബഹുമാനിച്ചിരുന്നു. നീ വലിയ സ്ഥാനത്തുള്ളവനാണ് എന്നതിന്റെ പേരിൽ പലരും നിന്നെ ബഹുമാനിച്ചിരുന്നു. നീ വലിയ അറിവുള്ളവനാണ് എന്നതിന്റെ പേരിൽ നിന്നെ പലരും ബഹുമാനിച്ചിരുന്നു. പക്ഷേ ഖബറിൽ നീ നിസാരനാണ്. അവിടെ നിനക്ക് ബഹുമാനമൊന്നും ലഭിക്കില്ല. എന്നാൽ തഖ്വയുള്ള ജീവിതമാണ് നീ ഈ ഭൂമി ലോകത്ത് ചെയ്തു കൂട്ടിയതെങ്കിൽ, നീ സമ്പാദിച്ചതെങ്കിൽ നിനക്ക് ഖബറിൽ നല്ല ബഹുമാനം ലഭിക്കുന്നതുമാണ്. ഭൂമി നമ്മോട് വിളിച്ചു പറയുന്ന എട്ടാമത്തെ കാര്യം, വതംശി മസ്റൂറൻ അലാ വഹരി. നീ എന്റെ മുതുകിലൂടെ സഞ്ചരിക്കുമ്പോ, എന്റെ മുകൾ ഭാഗത്തിലൂടെ, ഭൂമിയിലൂടെ, ദുനിയാവിലൂടെ നീ സഞ്ചരിച്ചത് നല്ല സമാധാനത്തോടു കൂടെയായിരുന്നു, നല്ല ആശ്വാസത്തോടു കൂടെയായിരുന്നു, നല്ല സന്തോഷവാനായിട്ടായിരുന്നു. പക്ഷേ നീ എന്റെ ഉള്ളറയിൽ പ്രവേശിച്ചാൽ, ഖബറിൽ നീ കിടന്നാൽ നിന്റെ അവസ്ഥ ഭീകരമാണ്. നീ ഒരുപാട് ചോദ്യങ്ങളെ നേരിടേണ്ടി വരുന്നതാണ്. അവിടെ നീ ഖേദിക്കുന്നതാണ്, അവിടെ നീ ദുഃഖിക്കുന്നതാണ്. ആ ഒരു ചിന്ത നീ അവിടേക്ക് ബാക്കിയാക്കാതെ നീ ഭൂമി ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കുമ്പോ നീ ആത്മാർത്ഥമായി ചിന്തിച്ചോ മോനെ. ഭൂമിയുടെ നമ്മോടുള്ള ഉപദേശമാണ്. ഭൂമിയുടെ ഒമ്പതാമത്തെ ഉപദേശം, വതംശി ഫിന്നൂരി അലാ വഹരി വതഖഉദു ഫിൽ ളുലുമാതി ഫീ ബത്നി. നീ ഇവിടെ സഞ്ചരിക്കുമ്പോ നല്ല പ്രകാശത്തിലൂടെ, നല്ല വെളിച്ചത്തിലൂടെയാണ്. വെളിച്ചം കണ്ടുകൊണ്ടാണ് നിന്റെ നടത്തം. ഇരുട്ടിലൂടെ സഞ്ചരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇരുട്ടിൽ ഒറ്റക്ക് നിൽക്കാൻ എനിക്ക് ഇഷ്ടമില്ല. നീ എങ്ങോട്ട് പോവുകയാണെങ്കിലും നിന്റെ കൂടെ വെളിച്ചമുണ്ട്. എന്നാൽ ഖബറിന്റെ ഇരുട്ടിലേക്കാണ് നീ ഇറങ്ങാൻ പോകുന്നത് എന്ന ചിന്ത നിനക്ക് വേണേ. ദുനിയാവിൽ നീ ജീവിക്കുമ്പോ നല്ല സന്തോഷത്തോടെ, നല്ല വെളിച്ചത്തോടുകൂടി, നല്ല ആത്മാർത്ഥമായി നീ അങ്ങ് ജീവിക്കുകയാണെങ്കിൽ ഖബറിൽ നീ ഒറ്റക്കാണേ. അവിടെ കൂരിരുട്ടാണേ. ആ ഖബറ് വെളിച്ചമുള്ളതാവാൻ, ഖബറ് പ്രകാശിപ്പിക്കുന്നതാവാൻ, പ്രകാശമുള്ള ഖബറാവാൻ അവിടേക്ക് വേണ്ടി വല്ലതും നീ ഇവിടെ പ്രവർത്തിച്ചോ. وتمشي في الجماعة على ظهري وتقعد وحيدا في بطني. ഓരോ ദിവസവും ഭൂമി നമ്മോട് വിളിച്ചു പറയുന്ന 10 കാര്യങ്ങളിലെ 10ാമത്തെ കാര്യം, എടോ നീ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോ പല ആളുകളുടെയും ഇടപഴകിക്കൊണ്ട്, പല ആളുകളുടെ കൂടെയാണ് നീ ജീവിക്കുന്നത്. തഈശു മഅന്നാസി മഅൽ ഉസ്റതി വൽ ഇസ്തിഖാ. നിന്റെ കൂടെ ജീവിക്കാൻ നിന്റെ ഭാര്യയുണ്ട്. നീ
കളി തമാശകൾ പറയാൻ നിന്റെ മക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, കുടുംബങ്ങളുണ്ട്. സന്തോഷിക്കാനും ആർമാദിക്കാനും നിന്റെ കൂടെ ഒരുപാട് ആളുകളുണ്ട്. നീ ഒറ്റക്കല്ല ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നത്. എന്നാൽ എന്റെ ഉള്ളറയിലേക്ക് നീ വരുമ്പോ നീ തനിച്ചാണ്, നീ ഒറ്റക്കാണ്. നീ മരണപ്പെട്ടാൽ ഖബറിൽ കടത്തുന്നത് നിന്നെ മാത്രമാണ്. നിന്റെ കൂടെ കിടന്ന ഭാര്യ നിന്റെ ഖബറിലേക്ക് കൂടെ കിടക്കാൻ വരൂല. വാത്സല്യത്തോടെ പോറ്റി നോക്കിയിരുന്ന നിന്റെ മക്കള് നിന്റെ ഖബറിലേക്ക് കൂട്ടിന് വരൂല. നീ ഒറ്റക്കാണ് അവിടെ കിടക്കേണ്ടത്. ലാ യുറാഫിഖുക അഹദുൻ ഇല്ലാ അമലുക. എടോ, നീ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോ നീ ചെയ്തു കൂട്ടിയ അമലുകളല്ലാതെ ഒരു കൂട്ടുകാരനും നിന്റെ ഖബറിലുണ്ടാവുകയില്ല. ആ ഒറ്റപ്പെട്ട ഇരുളടഞ്ഞതായ കൂരിട്ടുള്ള ഖബറിന് നിനക്ക് വെളിച്ചമുണ്ടാവാൻ നിനക്കൊരു കൂട്ടുകാരനെ വേണമെങ്കിൽ ഈ ദുനിയാവിൽ നീ ജീവിക്കുമ്പോ തഖ്വയുള്ള ജീവിതം നയിച്ചോ. സ്വാലിഹായ അമലുകൾ കൊണ്ട് നീ പ്രവർത്തിച്ചോ.